കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അൽ അമീനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അൽ അമീൻ, ഗുരുതരമായ ചികിത്സാ പിഴവാണ്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവുകളുടെ ഒരു പരമ്പരയാണ് എന്ന് തന്നെ പറയാം. സാധാരണക്കാർ ചികിത്സ തേടുന്ന ഒരു ആശുപത്രിയാണ് ഇത്തരത്തിൽ ഗുരുതരമായ പിഴവുകൾ നടത്തുന്നത്. അത്തരമൊരു പരാതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ച് എന്താണ് സംഭവിച്ചത്, ഡോക്ടറുടെ ഭാഗത്ത് എന്ത് തെറ്റാണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി നടത്തണം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഇത് സംബന്ധിച്ച ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് കടന്നാൽ മതി എന്നുള്ള തീരുമാനവും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കണം, വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ആ റിപ്പോർട്ട് കിട്ടിയാലുടൻ അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഇപ്പോഴത്തെ നീക്കം. ഓക്കെ, വ്യക്തമാണ്. അൽ അമീൻ തൊട്ടുമുക്കാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 4 വയസ്സുകാരനെതിരായ ചികിത്സാ പിഴവിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്.